So in the excessive and unnecessary data collection petition. One of the most major modern privacy risks is tendency of organization to collect അതായത് ആവശ്യമുള്ള ഡേറ്റയിലേക്കാൾ കൂടുതൽ ഇവരെന്ത് ചെയ്യും കളക്ട് ചെയ്യും. ഒരുപാട് അപ്ലിക്കേഷൻസ് റിക്വസ്റ്റ് ആക്സസ് അതായത് നമ്മുടെ ഈ സെൻസിറ്റീവ് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി അതൊരു ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും എന്നാലും കുറേ റിക്വസ്റ്റ് ചോദിക്കും. യൂസേഴ്സ് എന്താണ് ഈ പെർമിഷൻസ് ഫുള്ളി എന്താ സംഭവം എന്ന് മനസ്സിലാക്കാണ്ട് ഇത് ആക്സെപ്റ്റ് ചെയ്ത് വിടും. ഓക്കെ, ഈ എക്സസീവ് ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഡേറ്റ എക്സ്പ്ലോയിറ്റേഷൻസ് അതായത് ബ്രീച്ചസ് ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സിമ്പിൾ ഗെയിം ആപ്പ് ആക്സസിങ് കോൺടാക്റ്റ് ആൻഡ് ലൊക്കേഷൻ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ ഇത് രണ്ടും കളക്ട് ചെയ്യണം, അതുകൊണ്ട് ഒരു ഉപകാരമില്ല ഗെയിമായിട്ട്. എഡ്യൂക്കേഷണൽ ആപ്സ് കളക്ടിങ് ഡീറ്റെയിൽഡ് ബിഹേവിയറൽ ഡേറ്റ. എഡ്യൂക്കേഷണൽ ആപ്സിന് ബിഹേവിയറൽ ഡേറ്റയുടെ ആവശ്യമുണ്ട്. അൺനെസസറി ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് മിസ്യൂസ് ഉണ്ടാക്കാനുള്ള റിസ്ക് കൂട്ടുക, സർവെയിലൻസ്, ലോങ് ടേം എക്സ്പോഷർ ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ ഇതിനൊക്കെ കാരണമാക്കുകയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ട്രാക്കിംഗ് ആൻഡ് മാസ് സർവെയിലൻസ്, കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യും മാസ് സർവെയിലൻസ് കാരണമുണ്ട്. മോഡേൺ ടെക്നോളജീസ് എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് മോണിറ്ററിംഗ് ഓഫ് ഇൻ്റലിജൻസ് എനബിൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതെന്ന് പറയുന്നത് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ് നമ്മുടെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അവെയർനെസ് ഇല്ലാണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതായത് ട്രാക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? GPS വഴിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസിങ് ആൻഡ് സെർച്ച് ഹിസ്റ്ററീസ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ സെവറൽ നമ്മുടെ സ്മാർട്ട് ഡിവൈസസ് അതായത് വാച്ചസ്, സ്പീക്കേഴ്സ്, ഹോം അപ്ലയൻസസ് വഴിയായിരിക്കാം, CCTV അല്ലെങ്കിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ വഴിയായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ട്രാക്കിംഗ് മാസ് സർവെയിലൻസും അവിടെ എടുക്കുന്നത്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഡേറ്റ ബ്രീച്ചസും അതേപോലെ തന്നെ സൈബർ അറ്റാക്സിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ലാർജ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റാസ് വാസ്റ്റ് എമൗണ്ട് ഓഫ് നമ്മുടെ ഈ സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ് ഈ സൈബർ ക്രിമിനൽസിന് നമ്മളെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടാർഗറ്റ്സ് ആക്കാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള റീസണാണ്. അതായത് വീക്ക് സെക്യൂരിറ്റി പ്രാക്ടീസസ് എന്താണ് നമ്മുടെ മില്യൺസ് ഓഫ് റെക്കോർഡ്സ് പുറത്തു വിടാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് പാസ്വേഡൊക്കെ ലീക്കാണെങ്കിൽ. വെൻ ട്രസ്റ്റഡ് ഓർഗനൈസേഷൻ ക്യാൻ സഫർ ബ്രീച്ചസ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് കോമൺലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ആധാർ, ഐഡൻറ്റിറ്റി നമ്പർ, ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ്. ഈ ഡേറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി തെഫ്റ്റിന്, ഫിനാൻഷ്യൽ ഫ്രോഡ്, ഇമോഷണൽ ഡിസ്ട്രസ്, ലോങ് ടേം ലോസ് ഓഫ് ട്രസ്റ്റ് ഇതിനൊക്കെ കാരണമാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈലിംഗ് ആൻഡ് ബിഹേവിയറൽ മോണിറ്ററിംഗ് ആണ്. ഓർഗനൈസേഷൻസ് നമ്മുടെ ഡേറ്റ യൂസർ ഡേറ്റ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. എന്നിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സ്, പ്രിഫറൻസ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് മേ ഇൻവോൾവ് എന്തൊക്കെയാണ്? ഷോപ്പിംഗ് ബിഹേവിയർ, സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി, ഓൺലൈൻ സർവീസസ്, കണ്ടന്റ് കൺസപ്ഷൻ പാറ്റേൺ ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രൊഫൈലിംഗ് എന്തുണ്ടാവും? നമ്മുടെ യൂസറിൻ്റെ ഡിസിഷൻ, അതേപോലെ തന്നെ റെസ്ട്രിക്റ്റ് ചോയ്സസ്, അതേപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള ലേബിൾസ് ഇൻഡിവിജ്വൽസിൻ്റെ എടുക്കും. ഓക്കെ, AI ബേസ്ഡ് ഇൻഫറൻസ് ഓഫ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അതായത് മോഡേൺ AI സിസ്റ്റംസ് എന്താണ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടെ നിന്ന് എടുക്കും? നോൺ സെൻസിറ്റീവ് ഡേറ്റയിൽ നിന്ന് ഇൻഫർ ചെയ്തെടുക്കാനുള്ള ബുദ്ധി ആർക്കുണ്ട്? AIക്ക് ഉണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, predicting health condition from search history.
അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് ഫ്രം സോഷ്യൽ മീഡിയ ലൈക്സ്, എസ്റ്റിമേറ്റഡ് ഇൻകം ഓർ എഡ്യൂക്കേഷണൽ ലെവൽ ഫ്രം ബ്രൗസിംഗ് പാറ്റേൺ. യൂസർ മേ നെവർ എക്സ്പെക്ട്, അതായത് ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ഷെയർ ചെയ്യാൻ അവർ എക്സ്പെക്ട് ചെയ്ത കാര്യമില്ല. എന്നാലും ഇതെന്ന് പറയുന്നത് എന്താണ്, എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്തെടുക്കും. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മുടെ പ്രൈവസി ഇഷ്യൂസിൽ വരുന്നത്. അടുത്തത് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് യൂസർ അവയർനെസ്. മെനി ഓർഗനൈസേഷൻ ഇത് നമ്മളോട് നേരെ പറഞ്ഞു തരത്തില്ല. അതായത് എന്ത് ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത്, എത്ര നാൾ സ്റ്റോർ ചെയ്തേക്കും, ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, എവിടെ തേർഡ് പാർട്ടി ഷെയർ ചെയ്യോ. ഇത് പ്രൈവസി പോളിസീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഭയങ്കര വലുതായിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കും എഴുതിയിട്ടുണ്ടാവും. യൂസേഴ്സ് ഇത് ഭയങ്കര റെയറായിട്ടാണ് വായിക്കുക തന്നെ ചെയ്യുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് യൂസേഴ്സിന് കൺട്രോൾ ഓവർ ടൈം ഡേറ്റകളിൽ പോകാൻ തുടങ്ങും. ഓക്കെ, അതായത് ഈ ഇൻഫോംഡ് കൺസെൻ്റ് ആയി ലാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡേറ്റയിലുള്ള കൺട്രോൾ യൂസറിൻ്റെ ഒബ്വിയസ്ലി പോയില്ലേ. അതിനെ പറ്റിയാണ് പറയുന്നത്. തേർഡ് പാർട്ടി ഷെയറിംഗ്, ഡേറ്റ ഷെയറിംഗ് ആൻഡ് ഡേറ്റ ബ്രോക്കേജ്. പേഴ്സണൽ ഡേറ്റ ഈസ് ഫ്രീക്വൻ്റ്ലി ഷെയർഡ് വിത്ത് ആരൊക്കെ ആയിട്ടാണ്, അഡ്വർടൈസേഴ്സിന്, അനലിറ്റിക്സ് കമ്പനീസിന്, ഡേറ്റ ബ്രോക്കേഴ്സിന്, പാറ്റേൺ ഓർഗനൈസേഷൻ. ഇതെന്നൊക്കെ പറയുന്നത് എന്തിനു ലീഡ് ചെയ്യും, നമ്മുടെ എക്സ്പ്ലോയിറ്റ് യൂസർ അണ്ടർസ്റ്റാൻഡിങ്, യൂസർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവും. ഇതുകൊണ്ടുള്ള റിസ്ക് എന്താണ്, ഒരിക്കൽ ഡേറ്റ എന്ന് പറയുന്നത് ഒറിജിനൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടുപോയി നിൽക്കുക. കൺട്രോൾ ഓവർ ഇറ്റ്സ് യൂസ് എന്ന് പറയുന്നത് കൺട്രോൾ നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന മിസ്യൂസും എക്സ്പ്ലോയിറ്റേഷനും ചാൻസിന് ഭയങ്കര ഹൈ ആയിരിക്കും. അടുത്തത് എന്ന് പറയുന്നത് ക്രോസ് ബോർഡർ ഡേറ്റ ട്രാൻസ്ഫർ റിസ്ക്. അതായത് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതും പ്രോസസ്സ് ചെയ്തിരിക്കുന്നതും എവിടെയാണ്, ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലാണ് അല്ലേ. ഡിഫറെൻറ്റ് കൺട്രീസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈവസി ലോസ് ആയിരിക്കും. ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, വീക്കർ പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്സിൽ പോയി പെടാനുള്ള ചാൻസസ് ഉണ്ട്. യൂസേഴ്സ് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല, എവിടെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്തേക്കണേ, എന്ത് ലോസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്, നമ്മുടെ അക്കൗണ്ടബിലിറ്റി കുറയുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ യൂസേഴ്സിന് അറിയുന്നുണ്ടാവില്ല. ഇനി റിസ്ക് ടു ചിൽഡ്രൻസിനും വൾനറബിൾ ഗ്രൂപ്പ്സിനും എന്തൊക്കെ റിസ്ക് ഉണ്ടാവുന്നത്, ചിൽഡ്രൻസ്, എൽഡർലി യൂസേഴ്സ് ആൻഡ് ലെസ് ഡിജിറ്റലി ലിറ്ററേറ്റ് ഇൻഡിവിജ്വൽസ്, ഇവരൊക്കെയാണ് എക്സ്പെഷ്യലി ഇതിൽ പെട്ടുപോകുന്നത്. അതായത് ഓൺലൈൻ ഗെയിംസ് എന്ന് പറയുന്നത് ചിൽഡ്രൻസിൻ്റെ പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യും. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോംസ് സ്റ്റുഡൻസിൻ്റെ ബിഹേവിയർ ട്രാക്ക് ചെയ്യുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യങ് യൂസേഴ്സിൻ്റെ ഇമോഷൻസ് ട്രാക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്സിനെയാണ് ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്. എന്താണ്, നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മയും അതേപോലെ തന്നെ നേരെ ചൊവ്വേ കൺസെൻറ്റ് എടുക്കാത്തത് കാരണം കൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ഹാംസും എക്സ്പ്ലോയിറ്റേഷൻസും ഒക്കെ നടക്കുന്നത്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്, അതായത് ഇതിനെപ്പറ്റി അറിവ് കുറവുള്ളവർക്ക് എന്നുള്ള അർത്ഥം. അവസാനത്തെ എന്ന് പറയുന്നത് ഫങ്ഷൻ ക്രീപ്പ്, അതായത് സെക്കൻഡറി യൂസ് ഓഫ് ഡേറ്റ. ഈ ഫങ്ഷൻ ക്രീപ്പ് എപ്പോഴാണ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഒരു പർപ്പസ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഫങ്ഷൻ ക്രീപ്പ് ഉണ്ടാവുന്നത്. ഈ ഹെൽത്ത് ഡേറ്റ എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ്. എഡ്യൂക്കേഷണൽ ഡേറ്റ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പ്രൊഫൈലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് പോവും, ഇൻഫോംഡ് കൺസെൻറ്റ് വയലേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് അൺഎത്തിക്കൽ ഡേറ്റ യൂസ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഓവറോൾ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് പേഴ്സണൽ ഫ്രീഡം ആൻഡ് ഓട്ടോണമി നമുക്ക് നഷ്ടപ്പെടും, ഐഡൻറ്റിറ്റി തെഫ്റ്റും ഫിനാൻഷ്യൽ ലോസും ഉണ്ടാവും, ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷന് കാരണമാവാം, ഇമോഷണൽ സ്ട്രെസ്സും ലോസ് ഓഫ് ഡിഗ്നിറ്റിക്കും കാരണമാവാം. ഇതെന്ന് പറയുന്നത്
ഡിജിറ്റൽ ടെക്നോളജീസിൽ ട്രസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കാരണം. അനോമലിറ്റി പറഞ്ഞാൽ എന്താ? മീനിങ് ഓഫ് അനോമലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ഏതാണോ ഒരു പേഴ്സൻ്റെ ഡിഗ്നിറ്റി ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലിയോ ഐഡൻറ്റിറ്റി എന്താണ് ലിങ്ക് ടു ദെയർ ഡേറ്റ. ഓക്കെ, അതായത് അവരുടെ ഒരു ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് ആരുടെ ആയിരിക്കും, ആരുടെ പേരിലുള്ള ഡേറ്റയാണ്, അയാളുടെ നെയിം റിവീൽ ചെയ്യില്ല. അതാണ് സംഭവം. ഈവൻ ദോ ഡേറ്റ ഈസ് കളക്റ്റഡ് ആൻഡ് യൂസ്ഡ്, ഇൻഡിവിജ്വൽസിന് ഇൻഡിവിജ്വൽസിന്റെ നെയിം എന്ന് പറയുന്നത് പുറത്തുള്ളവർക്ക് മനസ്സിലാവില്ല. ഇതിന് ഡേറ്റ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഡേറ്റ കളക്ട് ചെയ്യും യൂസ് ചെയ്യും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആരാണ് ഇതിന്റെ ആളെന്ന് മാത്രം മനസ്സിലാവില്ല. ഓക്കെ, ഇൻ ഡേറ്റ പ്രൈവസി അനോമലിറ്റി ഈസ് യൂസ് ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് ഫ്രം ഇൻഡിവിജ്വൽസിനെ കണ്ടുപിടിക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്കിത് റിസർച്ചിനും സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ അനോമലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനോമലിറ്റി എന്ന് പറയുന്നത് അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റോളാണ് പ്രൊട്ടക്റ്റിംഗ് പ്രൈവസിയിൽ ചെയ്യുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഡിസ്ക്ലോഷർ റെഡ്യൂസ് ചെയ്യില്ലേ, ഡിസ്ക്രിമിനേഷനും പ്രൊഫൈലിംഗ് ഉണ്ടാവില്ല, പ്രിവെൻറ്റ് ചെയ്യും. ഹോണസ്റ്റ് പാർട്ടിസിപ്പേഷൻ സർവേസിലും റിസർച്ചിലൊക്കെ എൻകറേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അനോണിമസ് ഫീഡ്ബാക്സ് ഫോംസ് ഒക്കെ സ്റ്റുഡൻസിന് അവരുടെ ഒപ്പീനിയൻസ് ഫിയർ ഇല്ലാണ്ട് പറയാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകാരും കോളേജുകാരും ഒക്കെ ഇറക്കുന്നത്. കോമൺ മെത്തേഡ്സ് എന്തൊക്കെയാണ്, കോമൺ യൂസസ് എന്തൊക്കെയാണ്? ഇതെന്ന് പറയുന്നത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് മെഡിക്കൽ സെക്ടറിലും ഹെൽത്ത് കെയറിലൊക്കെയാണ്. പിന്നെ സോഷ്യൽ സയൻസ് സർവീസിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഓൺലൈൻ ഫോറംസ്, വിസിൽ ബ്ലോയിങ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് സിസ്റ്റംസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ഏതാണോ ആൾക്കാരെ അലൗ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു റോങ് ഡൂയിങ്ങോ അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അലൗ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനെയാണ് എന്ത് പറയുന്നത്, വിസിൽ ബ്ലോയിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. വിത്തൗട്ട് റിവീലിംഗ് ദെയർ ഐഡൻറ്റിറ്റി, അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യില്ല. പേഴ്സൺ ഹു റിപ്പോർട്ട്സ് ദ റോങ് ഡൂയിങ് ഇസ് കോൾഡ് വിസിൽ ബ്ലോവർ. ആരാണോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അവരെയാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് സെൻസസ് ഡേറ്റ അനാലിസിസിനും ഇത് കോമൺലി യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ അനോണിമിറ്റി അച്ചീവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേറ്റ നമുക്ക് പ്രീ പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റീസ് നമുക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് ഡൺ ബൈ റിമൂവിങ്, മോഡിഫൈങ് അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഐഡൻറ്റിറ്റി ഇൻഫോർമേഷൻ ഇൻ ടു ഡേറ്റ ബിഫോർ ഡേറ്റ ഈസ് ഷെയർഡ് ഓർ അനലൈസ്. ഷെയർ ചെയ്യുന്നതിന് മുമ്പോ അനലൈസ് ചെയ്യുന്നതിന് മുമ്പോ നമ്മളിത് മോഡിഫിക്കേഷൻ വരുത്തുന്നതിനെയാണ് ഈ മെത്തേഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഐഡൻറ്റിഫയേഴ്സിനെ റിമൂവ് ചെയ്ത് കളയും. അതായത് ക്ലിയർലി ഐഡൻറ്റിഫൈങ് എ പേഴ്സൺ, അയാളുടെ പേരോ ആധാർ നമ്പറോ ഫോൺ നമ്പറോ ഇമെയിലോ എംപ്ലോയി ഐ ഡിയോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഐ ഡിയോ റിമൂവ് ചെയ്ത് കളയുന്നത് വഴി നമുക്കത് പോവല്ലേ. ബൈ റിമൂവിങ് ദീസ് ഐഡൻറ്റിഫയേഴ്സ് മോസ്റ്റ് ഒബ്വിയസ് ലിങ്ക്സ് ബിറ്റ്വീൻ ഡേറ്റയും ഇൻഡിവിജ്വലും തമ്മിലുള്ളത് എലിമിനേറ്റ് ആയി പോകും. ഓക്കെ, ഈ ഡയറക്റ്റ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് മാത്രമായിട്ട് സഫിഷ്യൻ്റ് ആവില്ല. ആസ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് വേറെ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണല്ലോ. സോ അടുത്തത് എന്ന് പറയുന്നതാണ് അഗ്രിഗേഷൻ ഓഫ് ഡേറ്റ. അഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസൻറ്റിങ് ഡേറ്റ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സമ്മറി ലെവലിൽ, അതായത് ഇപ്പോൾ ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് ആയിട്ട് കാണിക്കേണ്ട, പകരം കുറച്ചൊരു ക്ലസ്റ്റർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഷോയിങ് ആൻ ആവറേജ് ഏജ് ഇൻസ്റ്റഡ് ഓഫ്, അതായത് ഇൻഡിവിജ്വൽ ഏജസ് കാണിക്കുന്നതിന് പകരം ഒരു ആവറേജ് ഏജ് കാണിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് കാണിക്കുക, അതായത് പേഷ്യൻ്റ് ലെവൽ ഡേറ്റ കാണിക്കാണ്ട് അതേപോലെ തന്നെ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട് ലെവൽ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുക ഇൻഡിവിജ്വൽ റെക്കോർഡ് കാണിക്കുന്നതിന് പകരം. ഈ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്
ഐഡന്റിഫൈങ് സ്പെസിഫിക് ആയിട്ടൊരു ഇൻഡിവിജ്വലിനെ കണ്ടുപിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് മാസ്കിംഗ് അല്ലെങ്കിൽ ജനറലൈസേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ്. മാസ്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഈ സെൻസിറ്റീവ് വാല്യൂസിനെ സിമ്പിൾസോ അല്ലെങ്കിൽ പാർഷണൽ ഇൻഫോർമേഷനോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, വൈൽ ജനറലൈസേഷൻ എന്ന് പറയുന്നത് പ്രിസിഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഏജ് ഷോൺ ആസ് എന്ത് ചെയ്യും, നമ്മൾ റേഞ്ചസ് ആയിട്ട് കാണിക്കും. ഓക്കെ, റേഞ്ചസ് ആയിട്ട് കാണിക്കും. ലൊക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, സിറ്റീസ് ആയിട്ട്, അതായത് എക്സാക്ട് അഡ്രസ് അല്ലാണ്ട് സിറ്റി ആയിട്ട് കാണിക്കുക. സാലറി എന്ന് പറയുന്നത് ഇൻകം കാറ്റഗറി, അതായത് എക്സാക്ട് എമൗണ്ട് കാണിക്കാണ്ട് കാറ്റഗറി ആയിട്ട് കാണിക്കുക. ഇതെന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെ ഒറ്റയ്ക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, യുണീക്ക് കോമ്പിനേഷൻസ് ആണല്ലോ ഇവിടെ വരുന്നത്. അടുത്തത് പറയുന്നത് ഡേറ്റ പെർടർബേഷൻ, നോയ്സ് അഡീഷൻ. ഈ മെത്തേഡിൽ ചെറിയ റാൻഡം ചേഞ്ചസ് നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ വാല്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതായത് ന്യൂമറിക്കൽ വാല്യൂ ഡേറ്റ സെറ്റ് ആണെങ്കിൽ അതിൽ ചെറിയ മോഡിഫിക്കേഷൻ നടത്തും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, നോയ്സ് ആഡ് ചെയ്യും. ഓക്കെ, ടു ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇതെന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ബട്ട് എന്താ പറയുക, ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് എടുക്കുക പറയുന്നത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നോയ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറയുന്നത് സ്യൂഡോ നൈമൈസേഷൻ. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഐഡന്റിഫയേഴ്സിനെ ഒരു ആർട്ടിഫിഷ്യൽ ഐഡന്റിഫയറോ അല്ലെങ്കിൽ കോഡോ വെച്ച് റീപ്ലേസ് ചെയ്യും. ഈ റീപ്ലേസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ റാൻഡം IDs പേഷ്യൻ്റ് 001, പേഷ്യൻ്റ് 002 അങ്ങനെ പറഞ്ഞ് റീപ്ലേസ് ചെയ്യും. ഇതെന്ന് പറയുന്നത് ഡേറ്റ സെറ്റിൽ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതാണ് ഇതുകൊണ്ടുള്ള ഉപകാരം. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്രഷൻ ഓഫ് റെയർ റെക്കോർഡ്സ്. റെയർ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള റെക്കോർഡ്സ് എന്ത് ചെയ്യും, ഒന്നുകിൽ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹിഡൻ ആക്കി വെക്കുകയോ ചെയ്യും. റിമൂവിങ് എൻറ്റിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് റെയർ ഡിസീസ്, അതായത് റെയർ ഡിസീസ് ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ വെരി സ്മോൾ പോപ്പുലേഷൻ ഉള്ളതിനെ സപ്രസ് ചെയ്ത് കളയാം. യുണീക്ക് കോമ്പിനേഷൻ ഇൻക്രീസസ് റീ ഐഡന്റിഫിക്കേഷൻ റിസ്ക്. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പൈസ് ദീസ് ടെക്നിക് പെർഫെക്റ്റ് അനോമലി ഈസ് ഡിഫിക്കൽട്ട് ടു ഗ്യാരണ്ടി. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അനോമലി എന്ന് പറയുന്നത് അതൊരു ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, എസ്പെഷ്യലി നമ്മുടെ ഈ മോഡേൺ ഡേറ്റ എൻവയോൺമെൻറ്റിൽ. Re-identification through data set links. When anomalized data sets are combined with other data set, നമുക്ക് ഐഡൻറ്റിറ്റീസ് റിവീൽ ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ഈ ഡേറ്റാ സെറ്റ് ലിങ്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് ഡേറ്റാ സെറ്റ്സ് എന്ന് പറയുന്നത് കോമൺ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും അല്ലേ, അതായത് ഏജ്, ലൊക്കേഷൻ, ഈ കോമൺ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ലിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. ഹെൽത്ത് ഡേറ്റാ സെറ്റും വോട്ടർ ലിസ്റ്റും വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇൻഫറൻസ് യൂസിങ് അഡ്വാൻസ് അനലിറ്റിക്സ് ആൻഡ് AI. മോഡേൺ AI സിസ്റ്റത്തിന് ഐഡൻറ്റിറ്റീസും അതേപോലെ തന്നെ സെൻസിറ്റീവ് ആട്രിബ്യൂട്ട്സും ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും പാറ്റേൺസ് യൂസ് ചെയ്തിട്ട്. ഈവൻ നോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് എന്താണ് ഇവർക്ക് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഒരു പേഴ്സൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഹെൽത്ത് കണ്ടീഷൻ ആക്ടിവിറ്റീസിൻ്റെ പാറ്റേൺ വെച്ചിട്ട്. യുണീക്നെസ് ഓഫ് ആട്രിബ്യൂട്ട് കോമ്പിനേഷൻ. സം ആട്രിബ്യൂട്ട് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് നാച്ചുറലി യുണീക്കാണ്. അതായത് ഏജ്, പ്രൊഫഷൻ, സിറ്റി എന്നൊക്കെ പറയുന്നത് ഐഡൻറ്റിഫൈ വൺ പേഴ്സൺ ഇമ്പാക്ട്. സച്ച് യുണീക്നെസ് ഇൻക്രീസസ് റീഐഡൻറ്റിഫിക്കേഷൻ റിസ്ക് വിത്ത് നെയിംസ് ഇല്ലാണ്ട് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. ഓക്കെ,
Poor and incomplete anomalization. If I anomalization technique എന്ന് പറയുന്നത് വീക്കോ അല്ലെങ്കിൽ നേരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡേറ്റ ഇൻഡിവിജ്വൽസിലേക്ക് ട്രാക്ക് ചെയ്തെത്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ പ്രൈവസി പ്രൊട്ടക്ഷൻസ് എന്ന് പറയുന്നത് ഫെയിലായിപ്പോകും. നമ്മുടെ ലീവിങ് എക്സാക്ട് ഡേറ്റ്സ് ഉണ്ട്, നമ്മുടെ ലൊക്കേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഖമായിട്ട് തൂക്കാൻ പറ്റും. ഓക്കെ, ലോസ് ഓഫ് ഡേറ്റ യൂട്ടിലിറ്റി. സ്ട്രോങ്ങർ നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഡേറ്റ യൂസ്ഫുൾനെസ്സും കുറയ്ക്കും. ഓക്കെ, അതായത് ഓവർ ജനറലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് റിമൂവ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസിന് എന്തുണ്ടാവും, അത് എഫക്റ്റീവ് അല്ലേ. അതായത് ഈവൻ ഇഫ് എ ഡേറ്റ സെറ്റ് റിമൂവ്സ് നെയിം, ഫോൺ നമ്പർ ആൻഡ് ID, എ കോമ്പിനേഷൻ ഓഫ് ഏജ്, ലൊക്കേഷൻ, പ്രൊഫഷൻ മേ ഐഡൻറ്റിഫൈ എ സിംഗിൾ പേഴ്സൺ. ഈ സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്താലും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേഴ്സണെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഡേറ്റ പോയാൽ വാലിഡിറ്റി, ചോയ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെഷേഴ്സ്. മീനിങ് ഓഫ് ഡേറ്റ വാലിഡിറ്റി. ആദ്യം എന്താ ഡേറ്റ വാലിഡിറ്റി പറഞ്ഞത്? ഡേറ്റ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡ് ആണ്. എവിടം വരെ? ഡേറ്റ എന്ന് പറയുന്നത് ആക്യുറേറ്റ്ലി റെപ്രസെന്റ് ചെയ്യാണ് എന്ത്, റിയൽ വേൾഡ് കൺസെപ്റ്റ്. It is intended to measure and is appropriate for the purpose for it. അതായത് ഇത് കളക്ട് ചെയ്തിരിക്കുന്ന പർപ്പസിന് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും ആക്യുറേറ്റ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യണേ എന്നുള്ളതിനെയാണ് എന്ത് ഡാറ്റ വാലിഡിറ്റി എന്ന് പറയുന്നത്. വാലിഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റെലവെൻ്റ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി കറക്റ്റും മീനിങ് ഫുള്ളും ആയിട്ടുള്ളതായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ കളക്റ്റഡ് ആൻഡ് മീനിങ് ഫുൾ പ്രോപ്പർലി ആണ് നമ്മൾ നോക്കുന്നത്. ഇതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള ഡേറ്റയിൽ വരുന്നത്. ഇഫ് ഡേറ്റ ലാക്സ് വാലിഡിറ്റി ഇല്ല നിൽക്കും, ഈവൻ അഡ്വാൻസ്ഡ് ആൽഗോരിതംസ് ആൻഡ് മോഡൽ വിൽ പ്രൊഡ്യൂസ് ഇൻകറക്റ്റ് ആൻഡ് അൺഎത്തിക്കൽ ഔട്ട്കംസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റ വാലിഡിറ്റി. ഡേറ്റ വാലിഡിറ്റി എന്ന് പറയുന്നത് എസെൻഷ്യൽ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ഡെസിഷൻ മേക്കിംഗ് ഏരിയ, അതായത് ഇപ്പോൾ ഹെൽത്ത് കെയർ, ഫിനാൻസ്, എഡ്യൂക്കേഷൻ, AI സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഹെവിലി ഡേറ്റേനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻവാലിഡ് ആയിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ എന്തുണ്ടാവും? റോങ് പ്രഡിക്ഷൻസ് ഉണ്ടാവും, ഡെസിഷൻ മേക്കിംഗ് തെറ്റാൻ തുടങ്ങും, അൺഫെയർ ആൻഡ് ബയസ്ഡ് ഔട്ട്കംസ് ഉണ്ടാവാൻ തുടങ്ങും, ട്രസ്റ്റ് റെഡ്യൂസ് ആവാൻ തുടങ്ങും, അതേപോലെ തന്നെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവാൻ തുടങ്ങും. അതായത് using outdated and incorrect medical data will result എന്തുണ്ടാവും? ഡയഗ്നോസിസ് പൊട്ടയാവാൻ തുടങ്ങും അല്ലേ. സോ വാട്ട് ഹാപ്പൻ, നേരെ ചെവേ ഡിസീസ് എന്താണെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റാണ്ടായി തുടങ്ങും. ചോയ്സ് ഓഫ് ആട്രിബ്യൂട്ട്. എന്താ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വാരിയബിൾസ് ഓഫ് ഫീച്ചേഴ്സ് ആണ്. അതായത് ഒരു ഡേറ്റ സെറ്റ് കളക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന വാരിയബിൾസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. ഇതെന്ന് പറയുന്നത് ആൾക്കാരായിരിക്കാം, ഒബ്ജക്ട്സ് ആയിരിക്കാം, ഈവൻസ് ആയിരിക്കാം. കോമൺ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ്, ജെൻഡർ, ഇൻകം, ലൊക്കേഷൻ, മാർക്സ് ഓർ സ്കോർസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മാറ്റർ ചെയ്യുന്നത്? ആട്രിബ്യൂട്ട് സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ആക്യുറസി, അനാലിസിസ് അല്ലെങ്കിൽ മോഡൽസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആക്യുറസീനെ എഫക്റ്റ് ചെയ്യും. ഡെസിഷൻ മേക്കിങ്ങിൽ ഫെയർനെസ് കൊണ്ടുവരാൻ പറ്റും. എത്തിക്കൽ ആക്സസിബിലിറ്റി സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഈ പുവർ ആട്രിബ്യൂട്ട് സെലക്ഷൻ കാരണം കൊണ്ട് എന്തൊക്കെ ഉണ്ടാവാം? ബയസ് ഉണ്ടാവാം, ഇറലവൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ലീഡ് ചെയ്യാം. ഇനി റെലവെൻ്റ് ആൻഡ് ഇറലവെൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് എന്താണ്? റെലവെൻ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലത്തിന് മീനിങ് ഫുൾ ആയിരിക്കണം. ഇറലവെൻ്റ് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് നോയ്സും അതേപോലെ തന്നെ വാലിഡിറ്റി റെഡ്യൂസ് ചെയ്യുന്നതുമായിരിക്കും ഇറലവെൻ്റ് എന്ന് പറയുന്നത്. ഒരു സ്റ്റുഡൻസ് പെർഫോമൻസ് പ്രഡിക്ഷനിൽ അറ്റൻഡൻസും സ്റ്റഡി അവേഴ്സും എന്ന് പറയുന്നത് റെലവെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഫേവറേറ്റ് കളർ വെച്ചിട്ട് ഇവർക്ക് പെർഫോമൻസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഇറലവെൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഓക്കെ, സെൻസിറ്റീവ് ആട്രിബ്യൂട്ട്സ് ആൻഡ് എത്തിക്കൽ കൺസെപ്റ്റ്. സം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താ? സെൻസിറ്റീവ് ആണ്. അതിനെന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ കെയർ ആണ്. നമ്മുടെ ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ്, റേസ്, ഹെൽത്ത്,
സ്റ്റാറ്റസ്. ഇങ്ങനത്തെ സെൻസിറ്റീവ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ ഇല്ലാണ്ട് എന്തിന് ലീഡ് ചെയ്യും? ഡിസ്ക്രിമിനേഷൻ ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ടു വയലേറ്റ് എത്തിക്കൽ പ്രിൻസിപ്പിൾ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാസ്റ്റും റിലീജിയനും വെച്ചിട്ട് നമ്മുടെ ലോൺ അപ്രൂവൽ ചെയ്യണത് എന്താണ്? അൺഎത്തിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? നമ്മുടെ കാസ്റ്റ് ഒന്നും ഒരിക്കലും നമ്മൾ നോക്കാൻ പാടാത്തൊരു കാര്യമാണ്. പ്രോക്സിമിറ്റി ആട്രിബ്യൂട്ട്സും ഹിഡൻ ബയസസും. ഈവൻ എഫ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് തന്നെ വെക്കാം. പ്രോക്സി ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി റെപ്രസെന്റ് ചെയ്യും അവരെ. അതായത് ഇപ്പോൾ പിൻകോഡ് എന്ന് പറയുന്നത് ഒരു പ്രോക്സി സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റിൽ നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഈ പിൻകോഡ് നമ്മൾ ദർ ആർ ലൈക്ക് ലോക്കൽ ക്ലെയിംസ്, ലൈക്ക് ക്ലംസ് ഉണ്ടാവും അല്ലേ, ക്ലംസ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്താണ് പാവപ്പെട്ടവരല്ലേ ജീവിക്കുക. ദർ ആർ ലൈക്ക് വില്ലാസ്, റൈറ്റ്, ലൈക്ക് കുറേ റിച്ച് പീപ്പിൾ താമസിക്കുന്നു. അല്ലെങ്കിൽ ദേ ഹാവ് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ലൈൻ ഓർ സ്ട്രീറ്റ്സ്. സോ അത് വെച്ച് നമ്മുടെ പിൻകോഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഒബ്വിയസ്ലി സ്കൂൾ നെയിം, obviously നമ്മുടെ ഫിനാൻഷ്യൽ ഇൻകം, there are students who go to government school, there are students who go to private schools, like boarding schools പോകുന്നവരുണ്ട്. like it is like നമ്മുടെ ഇൻകം ലെവലിനെ കാണിക്കുന്നതാണ്. പ്രോക്സി ആട്രിബ്യൂട്ട് can silently include biases and reduce fairness. എന്താ ബയസസ് കൊണ്ടുവന്ന് ഫെയർനെസ് കുറയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ത് ഈ പ്രോക്സി ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ചോയ്സ് ഓഫ് മെഷേഴ്സ്. എന്താ ഈ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആട്രിബ്യൂട്ട് ക്വാണ്ടിഫൈഡ് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. പെർഫോമൻസ് എന്ന് മെഷർ ചെയ്യുന്നത് നമ്മുടെ മാർക്ക്, ഗ്രേഡ്, റാങ്കിങ് വെച്ചിട്ടാണ്. ഹെൽത്ത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ റിസൾട്ടും സിംറ്റം സ്കോഴ്സും വെച്ചിട്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് മെഷേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഈ പ്രോപ്പർ ആയിട്ടുള്ള മെഷർമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അതായത് നമ്മൾ റൈറ്റ് മെഷർമെൻറ്റ് എന്തുകൊണ്ട് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ മെഷർമെൻ്റ് ആണെങ്കിൽ എന്തുണ്ടാവും? ഡിസ്റ്റോർട്ട് റിയാലിറ്റി. ഓക്കെ, പുവർ മെഷർമെൻറ്റ് കാരണം നമ്മുടെ റിയാലിറ്റിയിൽ ഉള്ള സാധനങ്ങൾ മൊത്തം ഇങ്ങനെ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് കമ്പാരബിലിറ്റി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മെഷേഴ്സ് ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ കമ്പാരബിലിറ്റി എന്താണ് റെഡ്യൂസ് ആവാൻ തുടങ്ങും. ഓവർ സിംപ്ലിഫൈഡ് മെഷേഴ്സ് എന്താണ് ഈ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ ഇഗ്നോർ ചെയ്യും. Measuring employee performance only by number of hours worked ignores productivity and quantity. ഇതെന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റിയും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി എന്താ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ, അതാണ് പറയുന്നത്. മെഷർമെന്റ് എറേഴ്സും അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്താണെന്നാണ് ഇനി പറയുന്നത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? ഇൻഅഡിക്വേറ്റ് ഡേറ്റ കളക്ഷൻ ടൂൾസ് ഉണ്ടാവാം, സ്കെയിൽസ് ഇൻകൺസിസ്റ്റൻ്റ് ആവാം, ഹ്യൂമൻ എറേഴ്സ് ഡേറ്റ എൻട്രി ടൈമിൽ ഉണ്ടാവാം. ഈ എറേഴ്സ് എന്ന് പറയുന്നത് ഡേറ്റ വാലിഡിറ്റി റെഡ്യൂസ് ചെയ്ത് മിസ്ലീഡിങ് അനാലിസിസ് എന്തുണ്ടാവും? ലീഡിങ്. ഓക്കെ, ethical importance, impact of poor attribute and measurement selection. Poor choices എന്ന് പറയുന്നത് എന്തിനു റിസൾട്ട് ചെയ്യാം? ബയസ്ഡ് ആയിട്ടുള്ള AI മോഡൽസ്, അൺഫെയർ ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിഡിക്ഷൻസ്, ലോസ്റ്റ് ഓഫ് യൂസർ ട്രസ്റ്റ്, ഇതിനൊക്കെ കാരണമാകും. Therefore, attributes എന്ന് പറയുന്നത് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് സെലക്ഷൻ മസ്റ്റ് ബി പർപ്പസ് ഡ്രിവൺ, അതേപോലെ തന്നെ ഫെയർ ആൻഡ് അൺബാസ്ഡ്, അതേപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ആൻഡ് എക്സ്പ്ലെയിനബിലിറ്റി, ജസ്റ്റിഫയബിൾ എത്തിക്കലി ആൻഡ് ലീഗലി നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. എറേഴ്സ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. ഈ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്നതാണ് എന്ത്? കളക്ഷൻ, ക്ലീനിങ്, ട്രാൻസ്ഫോർമേഷൻ, അനലൈസിങ്, മോഡലിംഗ് ഡേറ്റ, ഇൻസൈറ്റ്സും ഡിസിഷനൊക്കെ എടുക്കാൻ വേണ്ടി മോഡലിംഗ് ചെയ്യുന്നത്.
ഈ സ്റ്റെപ്സിൽ എറർ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ റിസൾട്ട് ഇൻകറക്റ്റ് ആവാം, ഡെസിഷൻസിൽ ബയസ്ഡ് ആയിരിക്കാം, അൺഎത്തിക്കൽ ആയിട്ടുള്ള ഔട്ട്കംസ് വരാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഡേറ്റ ഡ്രിവൺ, അതേപോലെ തന്നെ AI സിസ്റ്റത്തിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഡേറ്റ പ്രോസസ്സിങ്ങിൽ എറർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുവർ ഡേറ്റ ക്വാളിറ്റി ആവാം. ഇത് പ്രോസസ്സിങ്ങിൽ ഡേറ്റ പ്രോബ്ലം വരാനുള്ള കേസസ് എന്ന് പറയുന്നത് ഡേറ്റ ക്വാളിറ്റി കുറവായിരിക്കുന്നതായിരിക്കാം, മോഡൽ ഡിസൈനിൻ്റെ പ്രശ്നമായിരിക്കാം, ഫെയർനെസ് കൺസിഡറേഷൻ അൽഗോരിതത്തിൽ കുറഞ്ഞു പോയത് കാരണം കൊണ്ടായിരിക്കാം. ഓക്കെ, സോ നമുക്ക് വൺ ബൈ വൺ നോക്കാം. എറേഴ്സ് ഇൻ മോഡൽ ഡിസൈനിൽ എറർ വരുന്നത് എന്താ? ഈ മോഡൽ ഡിസൈനിൽ എറർ വരിക പറഞ്ഞു കഴിഞ്ഞാൽ, മോഡൽ ഡിസൈനിൽ എറർ എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ ഡേറ്റ മോഡൽ അല്ലെങ്കിൽ അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നത് ഇൻകറക്റ്റ് ആകുമ്പോൾ, അതായത് നമ്മൾ റോങ് അസംഷൻസോ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്സോ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രോബ്ലംസ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഡേറ്റ മോഡൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? മോഡലിൽ എറർ വരും. ഈവൻ വിത്ത് ഗുഡ് ഡേറ്റ, ഒരു പ്രോപ്പർലി ഡിസൈൻഡ് മോഡൽ അല്ല, ഒരു പുവർലി ഡിസൈൻഡ് മോഡൽ ആണെങ്കിൽ അതിൽ എന്തുണ്ടാവും? മിസ്ലീഡിങ്ങും ഹാർംഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് എന്തായാലും ഉണ്ടാവും. എന്തൊക്കെയാണ് ഈ മോഡൽ ഡിസൈൻ പുവർ ആവാനുള്ള കോസസ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഫോർമുലേഷൻ ഒരു റീസൺ ആണ്. ഓവർ സിംപ്ലിഫിക്കേഷൻ ഓഫ് റിയൽ വേൾഡ് സിറ്റുവേഷൻ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാരിയബിൾസിനെ ഇഗ്നോർ ചെയ്യുന്നത്, അതേപോലെ തന്നെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള അൽഗോരിതംസ് അല്ലെങ്കിൽ മോഡൽ ടൈപ്സ് യൂസ് ചെയ്യുന്നത്, നോൺ റെപ്രസെൻറ്റേറ്റീവ് ഡേറ്റ മോഡലിൽ ട്രെയിൻ ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഓഫ് മോഡൽ ഡിസൈൻ എറർ എന്താ? എക്സാമ്പിൾസ്, ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് മോഡൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഒരു അഡൽട്ട് ഡേറ്റ വെച്ചിട്ടാണ്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ചിൽഡ്രനിലാണ്. അപ്പോൾ പ്രശ്നം ഉണ്ടാവുമല്ലോ ഒബ്വിയസ്ലി. വെതർ പ്രിഡിക്ഷൻ മോഡൽ ഇഗ്നോറിങ് സീസണൽ വേരിയേഷൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം നോക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വെതർ പ്രിഡിക്ഷൻ നടത്തണം. എ സ്റ്റുഡൻറ് പെർഫോമൻസ് മോഡൽ ബേസ്ഡ് ഓൺ എക്സാം മാർക്ക് ആൻഡ് ഇഗ്നോറിങ് അറ്റൻഡൻസ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് ഇഗ്നോർ ചെയ്ത് ഇത് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തെറ്റായിട്ടുള്ള ആൻസേഴ്സ് അല്ലേ കിട്ടുക? അതാണ് പറയുന്നത്. ഇമ്പാക്ട് ഓഫ് മോഡൽ ഡിസൈൻ എറർ. Poor model design can lead to എന്താണ്? ഇൻആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ്, അൺസേഫ് ആൻഡ് ഇൻകറക്റ്റ് ഡെസിഷൻസ്, ലോസ് ഓഫ് ട്രസ്റ്റ് ഇൻ ഓട്ടോമേറ്റഡ് സിസ്റ്റം, എത്തിക്കൽ അല്ലെങ്കിൽ ആൻഡ് ലീഗൽ കോൺസിക്വൻസസ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. എ റോങ്ലി ഡിസൈൻ നോൺ അപ്രൂവൽ മോഡൽ മേ റിജക്റ്റ്. എന്താണ്? എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ വരെ റിജക്റ്റ് ചെയ്ത് വിടാൻ ചാൻസ് ഉണ്ട്. അൽഗോരിതം ഫെയർനെസ്. അൽഗോരിതം ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിൻസിപ്പിൾ ദാറ്റ് അൽഗോരിതംസ് ആൻഡ് ഓട്ടോമേറ്റഡ് സിസ്റ്റം ഷുഡ് ട്രീറ്റ്, ഓക്കെ, അൽഗോരിതംസും ഓട്ടോമേറ്റഡ് സിസ്റ്റംസും എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഗ്രൂപ്പ്സിനെയും ഒരേപോലെ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാണ്ട് അവരുടെ സെൻസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് എടുക്കുന്നത് തന്നെയാണ് എന്ത് പറയുന്നത്? അൽഗോരിതം ഫെയർനെസ് എന്ന് പറയുന്നത്. ഔട്ട്കം എന്ന് പറയുന്നത് ബയസ്ഡ് ആവരുത് ഒരു ഫെയർ അൽഗോരിതത്തിൽ. അവരുടെ ജെൻഡറോ കാസ്റ്റോ റിലീജിയനോ ഒന്നും നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. റേസോ ഏജോ ഡിസബിലിറ്റിയോ ഒന്നും നോക്കരുത്. എന്തുകൊണ്ടാണ് അൽഗോരിതം ഫെയർനെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? അൽഗോരിതം ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് എന്തുണ്ടാവും? നമ്മുടെ ഹയറിങ് ആൻഡ് റിക്രൂട്ട്മെൻറ്റിന് പ്രശ്നം ഉണ്ടാവും, ലോൺ അപ്രൂവലിന് പ്രശ്നം ഉണ്ടാവും, ഡിജിറ്റൽ അനാലിസിസിന് പ്രശ്നം ഉണ്ടാവും, എഡ്യൂക്കേഷണൽ ഗ്രേഡിങ്ങിന് പ്രശ്നം ഉണ്ടാവും, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ പ്രശ്നം ഉണ്ടാവും. അൺഫെയർ ആയിട്ടുള്ള അൽഗോരിതം എന്താണ്? സോഷ്യൽ ഇൻഇക്വാലിറ്റീസിൽ പ്രശ്നം വരുത്താം. ഓക്കെ, കോസസ് ഓഫ് അൺഫെയർ അൽഗോരിതം. എന്തൊക്കെ കോസസ് ആയിരിക്കും? ഓക്കെ, അൽഗോരിതം അൺഫെയർനെസ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുക? ബയസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഡേറ്റ ഉള്ളപ്പോൾ, അതേപോലെ തന്നെ ഹിസ്റ്ററിക്കൽ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മൾ സെൻസിറ്റീവ് അല്ലെങ്കിൽ പ്രോക്സി ആട്രിബ്യൂട്ട്സ് ഉള്ള ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ,
ഫെയർനെസ് ടെസ്റ്റിംഗ് ഡെവലപ്മെന്റ് സമയത്ത് ലാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഹിസ്റ്റോറിക്കൽ ഹയറിംഗ് ഡേറ്റ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെന്നിനെ ഫേവർ ചെയ്യും AI എന്ന് പറയുന്നത്. കാരണം പണ്ട് കാലങ്ങളിൽ എന്തുണ്ടായിരുന്നില്ല, വുമൻസ് യൂസ് ടു വർക്ക് ലെസ്, റൈറ്റ്? അതുകൊണ്ട് എന്തുണ്ടാവും, men will be obviously AI will be choosing. Types of algorithmic bias: data selection, measurement, proxy. Data selection, measurement, proxy. ഡേറ്റ എന്ന് പറയുന്നത് ബയസ്ഡ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡേറ്റ ആയിരിക്കും. സെലക്ഷൻ എന്ന് പറയുന്നത് സർട്ടൻ ഗ്രൂപ്പ്സ് അണ്ടർ റെപ്രസെൻറ്റ്. മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇന്നാക്യുറേറ്റ് ആൻഡ് അൺഫെയർ ആയിട്ടുള്ളത്. പ്രോക്സി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആട്രിബ്യൂട്ട്സ് ആണ്, സെൻസിറ്റീവ് ഫീച്ചേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. കോൺസിക്വൻസസ് എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്? അൺഫെയർ അൽഗോരിതം ക്യാൻ ലീഡ് ടു ഡിസ്ക്രിമിനേഷൻ ആൻഡ് അൺഈക്വൽ ട്രീറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഡിനയൽ, ഇതിനൊക്കെ കാരണമാവും. ഓക്കെ, ലോസ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് ട്രസ്റ്റ്, ലീഗൽ ആൻഡ് എത്തിക്കൽ വയലേഷൻസ്. അടുത്തത് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അൽഗോരിതമിക് ഫെയർനെസ് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇതെങ്ങനെ റെഡ്യൂസ് ചെയ്യാം ഈ അൺഫെയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഡേറ്റ സെറ്റ്സ് യൂസ് ചെയ്യാം. സെൻസിറ്റീവ്സും പ്രോക്സിമേറ്റീവ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് അവോയ്ഡ് ചെയ്യുക. ഓഡിറ്റ്സും അതേപോലെ തന്നെ ഫെയർനെസ് മെട്രിക്സും അപ്ലൈ ചെയ്യുക. ഹ്യൂമൻ ഓവർസൈറ്റും ഡിസിഷൻ മേക്കിങ്ങിലും ഒന്ന് ഹ്യൂമൻസിൻ്റെ ഒന്നും ആഡ് ചെയ്യുക. അഡീഷണൽ ആയിട്ട് റെഗുലർ ടെസ്റ്റുകളും അതേപോലെ തന്നെ മോഡൽ അപ്ഡേഷൻസും നടത്തിക്കൊണ്ടിരിക്കുക. മോഡൽ ഡിസൈൻ എററും ഫെയർനെസ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? മോഡൽ ഡിസൈൻ എറർ ആൻഡ് അൽഗോരിതം ഫെയർനെസ് ആർ ക്ലോസ്ലി കണക്റ്റഡ്. എങ്ങനെയാണ്? പുവർ മോഡൽ ഡിസൈൻ എന്ന് പറയുന്നത് അൺഫെയർ ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാകും. ഈ ഫെയർനെസ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ് ഡിസൈനിങ്ങിൻ്റെ സമയത്ത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബയസസ് ഉണ്ടാവും. എത്തിക്കൽ സിസ്റ്റം ഡിസൈൻ രണ്ട് ആക്യുറസിയും വേണം, ഫെയർനെസ്സും വേണം. ഓക്കെ ആണോ? ഇനി നമ്മൾ എക്സാമ്പിൾസ് ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന ദാറ്റസ് AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് സിസ്റ്റം എടുക്കാം. ഓക്കെ, മോഡൽ ഡിസൈൻ എറർ. നമ്മൾ പാസ്റ്റ് ഹയറിംഗ് ഡേറ്റ വിത്തൗട്ട് കറക്ഷൻ എടുത്തിട്ട് നമ്മൾ മോഡൽ ട്രെയിനിങ് കാണിക്കുക. അതേപോലെ തന്നെ ഫെയർനെസ് ഇഷ്യൂ എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുക. ഇമ്പാക്റ്റ് എന്താ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ് റിജക്റ്റഡ് ആയി പോകും. ദിസ് ഡെമോൺസ്ട്രേറ്റ് ഹൗ ഡിസൈൻ ഫ്ലോസ് ആൻഡ് ഫെയർനെസ് ഇഷ്യൂസ് കോമ്പൈൻസ് ടു പ്രൊഡ്യൂസ് അൺഎത്തിക്കൽ ഔട്ട്കംസ്. എങ്ങനെയാണ് അൺഎത്തിക്കൽ ഔട്ട്കംസ് ഉണ്ടാക്കുക എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ.